യുഡിഎഫ് തരംഗത്തില് സിപിഎം കോട്ടകള് തകർന്നടിഞ്ഞപ്പോഴും ബേപ്പൂരില് വിജയിക്കാന് കഴിയാഞ്ഞത് പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വമെന്ന വിലയിരുത്തലില് കോൺഗ്രസ് നേതൃത്വം. അൻവറിന്റെ വെല്ലുവിളി അതിജീവിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് 7487 വോട്ടിന് വിജയിക്കുകയായിരുന്നു. അൻവറിന് പകരം കോൺഗ്രസ് നേതാവ് ആദം മുൾസി മത്സരിച്ചിരുന്നെങ്കില് ബേപ്പൂരിലും അട്ടിമറി വിജയം നേടാമായിരുന്നെന്നാണ് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നത്. 2011-ല് ബേപ്പൂരില് എളമരം കരീമിന്റെ ഭൂരിപക്ഷം 5316 വോട്ടിലേക്ക് കുറച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ആദം മുൾസിയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളില് ബേപ്പൂര് മാത്രമാണ് യുഡിഎഫിന് നഷ്ടമായത്. കണ്ണൂരില് സിപിഎം അരലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ച പയ്യന്നൂരടക്കം അട്ടിമറി വിജയം നേടിയപ്പോഴാണ് അനുകൂല രാഷ്ട്രീയ സാഹചര്യമുണ്ടായിട്ടും ബേപ്പൂര് കൈവിട്ടത്. മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് കഴിഞ്ഞ തവണ 28,747 വോട്ടിന്റെ തിളക്കമാർന്ന വിജയമാണ് ബേപ്പൂരില് നേടിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇടതുപക്ഷ സ്വതന്ത്രനായി നിലമ്പൂരില് വിജയിച്ച പി.വി. അൻവര് കരിപ്പൂര് വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണ കള്ളക്കടത്ത് തടയാനുള്ള പോലീസ് നടപടിയിലടക്കം വിമർശനം ഉന്നയിച്ചാണ് ഇടതുബന്ധം ഉപേക്ഷിച്ച് തൃണമൂല് കോൺഗ്രസില് ചേർന്ന് എം.എൽ.എ സ്ഥാനം രാജിവെച്ചത്. 2025-ല് നിലമ്പൂരില് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോള് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ആര്യാടന് ഷൌക്കത്തിനെ പ്രഖ്യാപിച്ചു. ഡിസിസി പ്രസിഡന്റ് വി.എസ്. ജോയിയെ മത്സരിപ്പിച്ചാലേ പിന്തുണ നൽകൂ എന്ന് പറഞ്ഞ് അൻവരിടഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് അൻവറിന് പോയി പണിനോക്കാമെന്ന് തിരിച്ചടിച്ചു. ഇതോടെ നിലമ്പൂരില് തൃണമൂല് കോൺഗ്രസ് സ്വതന്ത്രനായി മത്സരിച്ച അൻവറിന് 19,760 വോട്ട് നേടാനേ കഴിഞ്ഞുള്ളൂ. 2016-ലും 2021-ലും നിലമ്പൂര് എം.എൽ.എയായ അൻവര് വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ച് മത്സരിച്ചിട്ടും കാര്യമായ ചലനമുണ്ടാക്കാൻ പോലുമായില്ല. ആര്യാടന് ഷൌക്കത്ത് 11,077 വോട്ടുമായി നിയമസഭയിലേക്ക് പോയി. ഇതോടെയാണ് ബേപ്പൂരില് റിസായിനെതിരെ മത്സരിക്കാമെന്ന പ്രഖ്യാപനവുമായി അൻവര് രംഗത്തെത്തിയത്. നേരത്തെ തിരുവമ്പാടി, തവനൂര് സീറ്റടക്കം 3 സീറ്റുകള് ആവശ്യപ്പെട്ട അൻവര് ബേപ്പൂര് സീറ്റിലേക്ക് ഒതുങ്ങുകയായിരുന്നു. ഇതോടെയാണ് യുഡിഎഫ് നേതൃത്വം അൻവറിനെ ബേപ്പൂരില് മത്സരിപ്പിച്ചത്. പ്രചരണത്തിന്റെ തുടക്കം മുതല് മുഹമ്മദ് റിയാസിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ശൈലിയാണ് അൻവര് സ്വീകരിച്ചത്. മരുമോനിസം പറഞ്ഞ് പരിധിവിട്ട കടന്നാക്രമണമായിരുന്നു. എന്നാല് അൻവറിന്റെ ആക്ഷേപങ്ങളോട് മറുപടി നൽകാതെ മാന്യമായ പ്രചരണമാണ് റിയാസ് നടത്തിയത്. ജനപ്രതിനിധിയെന്ന നിലയില് കഴിഞ്ഞ 5 വർഷത്തെ റിയാസിന്റെ പ്രവർത്തനം വോട്ടായി മാറി. അൻവറിന്റെ വിശ്വാസ്യതയില്ലായ്മ ജനങ്ങള് വിലയിരുത്തുകയും ചെയ്തു. 2011-ല് ഏറനാട്ടില് സ്വതന്ത്രനായി മത്സരിച്ച് രണ്ടാമതെത്തിയ അൻവര് 2014 വയനാട്ടില് നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച ഇടതുസ്ഥാനാർത്ഥി സത്യന് മൊകേരിയുടെ വിജയസാധ്യതയും തകർത്തിരുന്നു. പിന്നീട് 2016-ല് നിലമ്പൂരില് സിപിഎം സ്വതന്ത്രനായാണ് രംഗത്തെത്തിയത്. ആര്യാടന് മുഹമ്മദിന്റെ കുത്തകയായിരുന്ന നിലമ്പൂരില് ആര്യാടന് ഷൌക്കത്തിനെ പരാജയപ്പെടുത്തി നിയമസഭാംഗമായി. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് പൊന്നാനി പിടിക്കാനെന്ന് പറഞ്ഞ് പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ജയിച്ചാലും തോറ്റാലും എം.എൽ.എ സ്ഥാനം രാജിവെക്കുമെന്നായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം. എന്നാല് ഇ.ടി. മുഹമ്മദ് ബഷീറിനോട് 2 ലക്ഷത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടപ്പോള് എം.എൽ.എ സ്ഥാനം രാജിവെക്കുമെന്ന വാക്ക് അൻവര് വിഴുങ്ങി. കക്കാടംപൊയിലില് മലയിടിച്ച് പണിത വാട്ടർ തീം പാർക്ക് നിയമനടപടിയില് അടച്ചു പൂട്ടിയതും കാട്ടരുവിയില് അനധികൃതമായി കെട്ടിയ തടയണ പൊളിച്ചതെല്ലാം അൻവറിന് തിരിച്ചടിയായിരുന്നു. ഒടുവില് ആഫ്രിക്കയില് സ്വർണ്ണഖനനത്തിന് പോയ അൻവര് 2021-ല് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ തലേന്നാണ് കേരളത്തിലെത്തിയത്. വി. പ്രകാശിനെതിരെ 2700 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷമാണ് അൻവറിന് ലഭിച്ചത്. രണ്ടാം പിണറായി സർക്കാരില് അൻവര് മന്ത്രിസ്ഥാനം മോഹിച്ചിരുന്നെങ്കിലും താനൂരില് നിന്നും വിജയിച്ച വി. അബ്ദുറഹിമാനെയാണ് മന്ത്രിയാക്കിയത്. മുഖ്യമന്ത്രിയുടെയും സിപിഎമ്മിന്റെയും പ്രതിരോധ ചുമതല സ്വയം ഏറ്റെടുത്ത് സൈബറിടത്ത് കടന്നല് രാജയായാണ് അൻവര് പ്രത്യക്ഷപ്പെട്ടത്. റെയിൽ പദ്ധതി അട്ടിമറിക്കാന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ഐ.ടി. കമ്പനികളില് നിന്നും 150 കോടി രൂപ കോഴ വാങ്ങിയെന്ന് നിയമസഭയില് ആരോപണം ഉന്നയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പിതൃത്വം പരിശോധിക്കണമെന്ന് പറഞ്ഞ് വിവാദം സൃഷ്ടിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് പിതൃതുല്യനാണെന്ന് പറഞ്ഞ അൻവര് ഒടുവില് പിണറായിയോടിടഞ്ഞ് പിണറായിസത്തിനെതിരെ യുദ്ധപ്രഖ്യാപനവുമായി എം.എൽ.എ സ്ഥാനം രാജിവെച്ചു. നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പില് അൻവറിന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്തതിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പിണറായിയെന്ന് വിളിച്ച് ആക്ഷേപിച്ചു. നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പില് പരാജയപ്പെട്ടതോടെ യുഡിഎഫിന് കീഴടങ്ങി ബേപ്പൂരില് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അൻവറിന്റെ വിശ്വാസ്യതയും വിടുവായത്തവും രാഷ്ട്രീയ കച്ചവടവും മുഹമ്മദ് റിയാസിന്റെ ജനപ്രതിനിധിയെന്ന നിലയിലുള്ള പ്രവർത്തനവും വിലയിരുത്തപ്പെട്ടപ്പോള് ജനകീയ അംഗീകാരം റിയാസിന് ലഭിക്കുകയായിരുന്നു. ബേപ്പൂരിലെ പരാജയം അൻവറിന് രാഷ്ട്രീയമായ തിരിച്ചടിയാണ്. തൃണമൂല് ബന്ധം ഉപേക്ഷിച്ച്
CPM വിട്ടവരുടെ മുന്നണിയുണ്ടാക്കി വിജയിച്ചാല് മന്ത്രിസ്ഥാനമാണ് അൻവര് സ്വപ്നം കണ്ടത്. പരാജയത്തോടെ അൻവറിന്റെ മന്ത്രി പദമോഹവും അസ്തമിച്ചു. അമ്പലപ്പുഴയില് G. സുധാകരന്, പയ്യന്നൂരില് കുഞ്ഞികൃഷ്ണന്, തളിപ്പറമ്പില് TK ഗോവിന്ദനടക്കമുള്ളവരുടെ വിജയം അവര് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നിലപാടിന്റെ അംഗീകാരമാണ്. പക്ഷെ പിണറായിസമെന്നും മരുമോനിസവുമെന്ന അൻവര് ഉയർത്തിയ നിലപാട് അൻവറിന്റെ തന്നെ വിശ്വാസ്യതയില്ലായ്മയിൽ വോട്ടർമാര് തള്ളിക്കളയുകയായിരുന്നു. അതേസമയം ഇടതു കോട്ടകളില് പോലും പിണറായിസത്തിനെതിരെ UDF അനുകൂല തരംഗം ആഞ്ഞടിക്കുകയും ചെയ്തു.